എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി എടുത്തിരുന്ന ഷെയറുകളുടെ ലിസ്റ്റാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ നമുക്ക് 3 ഷെയർ ആവറേജ് വന്നിട്ട് താഴെ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഈ 2 ഷെയർ ആവറേജിന് താഴെ പോയില്ല, ആവറേജിന് മുകളിൽ ട്രേഡായിട്ട് കണ്ടിന്യൂസ് അപ്പ് ട്രെൻഡിൽ പോകുമായിരുന്നു. ഈ ഒരെണ്ണം മാത്രം GMDC ലിമിറ്റഡ് ആവറേജ് വന്നിട്ട് ഇറങ്ങിപ്പോയി, ആവറേജിന് മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് നമുക്കൊരു 9 ഷെയർ നമ്മൾ പറഞ്ഞ രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഷെയറിനകത്ത് ചാൻസ് ഉണ്ട്, പക്ഷേങ്കിൽ 9 ഷെയറിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷെയറിൻ്റെ കുറച്ച് 9 അല്ല ഒരു 5-6 ഷെയർ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലെ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് GMDC നോക്കാം. ഇതാണ് GMDC കഴിഞ്ഞു. ഇന്നത്തെ ദിവസം മൂവ്മെൻറ്റ്, ഇന്നത്തെ ഹൈ വന്നേക്കുന്നത് 486.35 സംതിങ്. അപ്പോൾ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 486.42. ആ റേഞ്ച് വന്നിട്ട് അത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എൻട്രി ഇവിടെ ഈ 485-നോ 86 റേഞ്ചിലൊക്കെ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 75 റേഞ്ച് വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റിൽ കുറച്ച് കവറിങ് വന്നു. എന്നാലും നമുക്ക് ഏകദേശം ഒരു 8-10 രൂപ റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നോർമൽ സാധാരണ നമ്മുടെ റേഞ്ച് വരുന്ന ഷെയറുകൾ അശോക എന്ന് പറയുന്ന ഷെയർ, അശോക ഓപ്പണിങ്ങിൽ ഹൈ തന്നെ ഇവിടെ അടിച്ചേക്കുന്നത് 166 സംതിങ് ഹൈ. അത് CPR ഉണ്ടല്ലേ 166.55. അതടിച്ചിട്ട് നമ്മൾ ഈ റേഞ്ച് വരുമ്പം 164 വരുമ്പോൾ നമുക്ക് ചാൻസ് 164 എന്നത് 164 രൂപ പ്രോഫിറ്റ് വന്ന് തിരിച്ച് വീണ്ടും മുകളിൽ കയറിപ്പോയി. ഇതിന് മുകളിൽ കട്ടാകുന്നില്ല, തിരിച്ച് വീണ്ടും താഴോട്ടാണ് കട്ടാറ്. താഴെ കട്ടാകുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. 164 റേഞ്ച് വീണ്ടും എൻട്രി എടുത്താൽ 158.80 വരെ 5 രൂപ പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിനുശേഷം PNB ഗിൽസ് എന്ന് പറയുന്ന ഷെയർ, PNB അതും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി കട്ടാകുന്ന സമയത്ത് 116.70 ആ റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 113, ഏകദേശം 3 രൂപ വീണ്ടും തിരിച്ച് ഇവിടെ പോകുന്നുണ്ട്. ഈ ഹൈയുടെ മുകളിൽ പോകുന്നില്ല, പക്ഷേ ഏകദേശം ആ റേഞ്ചിൽ പോകുന്നുണ്ട്. നമ്മൾ ഹൈ അടിച്ചെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുക, അടുത്ത ലെവലിൽ പോയിട്ട് വരുവാണെന്ന് നോക്കുക. അതല്ലെങ്കിൽ തിരിച്ച് വീണ്ടും താഴോട്ടിറങ്ങുകയാണ്, വീണ്ടും ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ 116.60 റേഞ്ച് വീണ്ടും താഴോട്ട് വരുമ്പോൾ എൻട്രി എടുത്താൽ 113, വീണ്ടും ആ സെയിം ഇത് തന്നെ. പിന്നെ ആവറേജ് വന്നിട്ട് വീണ്ടും തിരിച്ച് താഴോട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം നിപ്പോൺ ഇന്ത്യ, അത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1-ന് മുകളിൽ പോയി തിരിച്ചിറങ്ങുക. നമ്മൾ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് ഇവിടെ 502 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ നോക്കിയേ 483, 480 റേഞ്ചിൽ 502 റേഞ്ചിലൊക്കെ നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് 20 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിനുശേഷം JSW എനർജി ഓപ്പണിങ്ങിൽ ഈ ക്യാൻഡിൽ ഹൈ അടിക്കുക. കണ്ടില്ലേ, ഇതാണ് ഹൈ, 470 ഹൈ, 469.95 ഇവിടെ വരുമ്പോൾ 470. അപ്പോൾ നമുക്ക് CPR ഇതിനും മുകളിൽ 469 വന്നിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ 469 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് എടുത്തു. വീണ്ടും തിരിച്ച് ഹൈ പോയി തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 60 റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. 2 പ്രാവശ്യം 10 രൂപ റേഞ്ച് നല്ല പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ആ ഷെയർ. അതിനുശേഷം
കാംധേനു എന്ന് പറയുന്ന ഷെയർ. കാംധേനു R1 മുകളിൽ പോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുക്കും. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ 439 നിന്ന് 424 വരെ വരുന്നുണ്ട്. 15 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് പോയി ഇതിൻ്റെ ഹൈ അടിക്കുമ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. നോർമൽ എപ്പോഴും പറയുന്ന പോലെ ഒന്നിൽ ഈ ഹൈയുടെ മുകളിൽ പോകണം, അതല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഇറങ്ങി നമ്മൾ വീണ്ടും കൊടുക്കുക. 439 കൊടുത്താൽ നമുക്ക് 430 രൂപ വീണ്ടും തരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ POCL റിസ്കി ഷെയർ, അതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്ത് എൻട്രി എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി കാണും. ഇവിടെ 790 ആണ്. അത് ഓപ്പണിംഗ് അപ്പർ സർക്കിട്ടിനടുത്ത് പോയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ 789 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 740 വരെ വരുന്നുണ്ട്. ഏകദേശം 48-49 രൂപ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് റിസ്കി ഷെയറാണ്, വോളിയം കുറവായിരുന്നു, ഹെവി മൂവ്മെൻറ്റും ഒക്കെ ഉള്ള ഷെയറാണ്. നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് റിസ്ക് കൂടുതലായിരുന്നു. പിന്നീട് പ്രൈക്കോൾ എന്ന് പറയുന്ന ഷെയർ. പ്രൈക്കോൾ ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ 383 റേഞ്ചിൽ എടുത്താൽ 378, പിന്നെ ആ റേഞ്ചിൽ തന്നെ നീളി, പിന്നെ ഇടയ്ക്ക് ആവറേജ് പോകുന്നു, പിന്നെ മുകളിൽ പോയി, പിന്നെ വീണ്ടും ഹൈ പോയി. ഇവിടെ ലാസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ നമ്മൾ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഷെയറിനകത്തും ഇപ്പം മോഡിസൺ എന്ന് പറയുന്ന ഷെയർ, പിന്നെ ഇത് ഓപ്പണിംഗ് തൊട്ട് അപ്പർ സർക്കിട്ടായിരുന്നു. മോഡിസണിനകത്ത് നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഹെർക്കുലീസൊക്കെ നോക്കി ചെയ്യുന്നവർക്ക് ചാൻസ് ഓൾറെഡി വീക്കാണ് കാണിക്കുന്നത്. മുഞ്ചാൽ ഓട്ടോയിൽ ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വീണ്ടും പോയി അപ്പർ ലോക്കായി. അപ്പോളോ സിന്തൂരിയിൽ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്തും ഈ POCL പറയുന്നത് ഹെവി മൂവ്മെൻറ്റാണ്, വോളിയം കുറവായിരിക്കും. ആ സ്പോട്ടിൽ വോളിയം കുറവായിരിക്കും കാണിക്കുന്നത്, പക്ഷേങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല വോളിയത്തിൽ അത് ട്രേഡാവും. പിന്നെ ബോറോ റിന്യൂ എന്ന് പറയുന്ന ഈ ഷെയറിനകത്തൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് 525 വരെ ഹൈ പോയിട്ട് അത് 514, 509 വന്നായിരുന്നു ലാസ്റ്റ് 320 ആയപ്പോഴത്തേന്. ചാൻസ് എടുക്കുന്നവർക്ക് എടുക്കാമായിരുന്നു. പിന്നീട് പ്രൈക്കോളി ISGC ഇതിനകത്ത് നല്ല ചാൻസാണ്. രണ്ടാം ഈ റേഞ്ചിൽ ഇത് താഴെ പോയപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1010 വരെ വന്നിട്ടുണ്ടായിരുന്നു ഈ റേഞ്ചിൽ നിന്ന്. ISGC നോക്കട്ടെ. ഹൈയിൽ പോയി, അതിനുശേഷം ISGC 32 അവിടുന്ന് 10-4-5 രൂപ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട് ലെവലടിച്ചതിന് ശേഷം താഴെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിൻ്റെ. ഇനി നാളത്തെ നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റി കുറച്ച് പ്ലസ്സിലാണ്, പക്ഷേ നിഫ്റ്റിക്കകത്ത് വീക്ക്നെസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇപ്പം ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ ഹൈയുടെ ആ റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവിടെ 40% മൈനസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ 20% അപ്പാണ്. ഇന്ന് സ്പ്ലിറ്റ് ആയതിനു ശേഷം അത് കയറിപ്പോയി. എനിക്ക് 10-5 ആയെന്ന് അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ഫേസ് വന്നിട്ട് 10-5 ആയി. അത് നല്ല 20% അപ്പ് ട്രെൻഡിലായിരുന്നു അത് ക്ലോസിങ്. അതിൽ ഈ ഷെയർ അപ്പോളോ സിന്തൂരിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ചെയ്യാവൂ. അതിൽ ഹെവി മൂവ്മെൻ്റാണ്. പെട്ടെന്ന് ഓർഡർ ഇടാനും ഒക്കെ ക്യാൻസൽ ചെയ്യാനൊന്നും അറിയാത്തവർക്ക് അതിനകത്ത് പണിയില്ല. അപ്പോൾ ആ ഷെയർ ഒഴിഞ്ഞിരിക്കുക. ബാക്കിയുള്ള ഷെയറിനകത്തൊന്നും കുഴപ്പമില്ല. അതിൽ ആസ്ട്രാസെന്നും ഓപ്പണിങ് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ 7000 മുകളിൽ പോയിട്ടൊക്കെ ആയിരിക്കും ഒരു ചാൻസ് തരുന്നത്. എന്തായാലും വലിയ ഷെയറിൽ കഴിവതും മാക്സിമം ഒഴിഞ്ഞിരിക്കുക. പുതിയ ട്രേഡേഴ്സൊക്കെ നല്ല വോളിയത്തിൽ വരുന്ന ഷെയറിൽ ചാൻസ് എടുക്കുക. ഇതിൽ ഈ ഭാരത് എയറൊക്കെ എനിക്ക് തോന്നുന്നു നാളെ 400 മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ENIL
ഈ മുഞ്ചാലോട്ട് നാളെ മിക്കവാറും ASM ലിസ്റ്റ് വന്നിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇത് ആവറേജ് നമുക്ക് ഷെയർസ് ഒന്നുമില്ല. ഇതിൽ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ മുകളിലോട്ട് പോയിട്ട് പ്രീവിയസ് ഡേ ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പാണ് 825 830 പോയിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈയിലോട്ട് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കരുത്. പലർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. അത്രയും ഗ്യാപ്പ് ഫില്ല് ചെയ്ത് താഴെ വന്നിട്ട് ലെവൽ കട്ടിപ്പെടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു ബൗൺസ് വന്നിട്ട് ചിലപ്പോൾ 810 12 വരെ പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. ആ സമയത്ത് അത് വീക്കാകും, വീണ്ടും തിരിച്ച് ഈ റേഞ്ചിലോട്ട് വരും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി. ഫസ്റ്റ് ടൈം അത്രയും ഗ്യാപ്പ് ഇട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കരുത്. അപ്പോൾ എല്ലാവരും നോക്കി ട്രേഡ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ. നാളെ ആശംസിക്കുന്നു. ബൈ.